ഈ സംഘർഷത്തിലേക്ക് പോകില്ല എന്നൊരു ധാരണയിലെത്തുകയും അതിനുശേഷം നിമിഷങ്ങൾക്കകം ആക്രമണം ആരംഭിക്കുകയും അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അരകാച്ചിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും, ഏതടിസ്ഥാനത്തിൽ വിശ്വസിക്കുമെന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവിടെ JD വാൻസ് കുറച്ചുകൂടി പക്വതയുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ട്രംപിനേക്കാൾ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ വാൻസ് പ്രതികരിക്കുന്നു എന്നത് നമ്മൾ ഇവിടെ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് പൊടുന്നനെ തീരുന്നൊരു കാര്യമല്ല, അവിശ്വാസമുണ്ട്, ഇരു രാജ്യങ്ങൾക്കിടയിലും അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ്. ഈ ധാരണകൾ ഒരു തീരത്തെത്തിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും, യുദ്ധം ഒഴിവാകുന്ന നിലയുണ്ടാകും. ട്രംപിൻ്റെ മറ്റൊരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. അമേരിക്ക എന്താണോ ലക്ഷ്യം വെച്ചത് അത് പൂർത്തിയാക്കിയിരിക്കുന്നു എന്നൊരു പ്രസ്താവനയാണ്. പക്ഷേ അത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. പിന്നീട് അദ്ദേഹം ഈ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായും ട്രംപ് പറഞ്ഞിരിക്കുന്നു അവർ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തി എന്ന കാര്യം. അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എന്തിന് യുദ്ധത്തിലേക്ക് പോകണം എന്നൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. അതേസമയം അമേരിക്കയിലെ ചില സാമ്പത്തിക സ്ഥാപനങ്ങൾ നടത്തിയ പരിശോധനയുണ്ട്, അവരുടെ സർവേ ഉണ്ട്. അതിലൊക്കെ തന്നെ ട്രംപുമായി ബന്ധപ്പെട്ടവരുടെ ആസ്തി വലിയ തോതിൽ കുതിച്ചുയർന്നു എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ യുദ്ധ സമയത്തൊക്കെ തന്നെ വലിയ തോതിൽ അവരുടെ ആസ്തി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ട്രംപിൻ്റെ മകനടക്കമുള്ള വ്യക്തികൾക്ക് വലിയ നിർണായക സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ അവർ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം ട്രംപിനും ആ തരത്തിലുള്ള ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ് അദ്ദേഹം. ഒരു വലിയ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്.